നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധം ബ്രിട്ടനിൽ ഭക്ഷ്യക്ഷാമത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇറാൻ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബ്രിട്ടനിൽ മാംസാഹാരങ്ങൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും കടുത്ത ക്ഷാമം നേരിട്ടേക്കാമെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെട്ടതാണ് ഇതിന് പ്രധാന കാരണം. ഭക്ഷ്യ സംസ്കരണത്തിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡിൻ്റെ ലഭ്യത കുറയുന്നത് ചിക്കൻ, പോർക്ക് തുടങ്ങിയ മാംസങ്ങളുടെ ഉൽപ്പാദനത്തെ ബാധിച്ചേക്കാം. നിലവിൽ വലിയ പ്രതിസന്ധിയില്ലെങ്കിലും യുദ്ധം നീണ്ടുനിന്നാൽ വേനൽക്കാലത്തോടെ സ്ഥിതി മോശമാകുമെന്ന് ബ്രിട്ടീഷ് പൗൾട്രി കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ധനവിലയിലും വളത്തിൻ്റെ വിലയിലുമുണ്ടായ വർധനവ് കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അടുത്ത 6 ആഴ്ചയ്ക്കുള്ളിൽ തക്കാളി, വെള്ളരിക്ക തുടങ്ങിയ പച്ചക്കറികൾക്കും പാലിനും വില കൂടാൻ സാധ്യതയുണ്ടെന്ന് നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ വ്യക്തമാക്കുന്നു. ഡിസംബറോടെ ഭക്ഷണ സാധനങ്ങളുടെ പണപ്പെരുപ്പ് 9% പ്രവചനം. അതേസമയം സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ ടെസ്കോയുടെ മേധാവി കെൻ മർഫി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പ്രതികരണമാണ് നടത്തിയത്. നിലവിൽ ഭക്ഷ്യലഭ്യതയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വിതരണക്കാർ സുരക്ഷിതമായ നിലയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം ആഗോള മാന്ദ്യത്തിന് കാരണമാകുമെന്ന് IMF മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുറഞ്ഞ വേതനം നൽകുന്ന തൊഴിലുടമകൾ കുടുങ്ങും. പരാതികളിൽ 360% വർധനവ്. ബ്രിട്ടനിൽ കുറഞ്ഞ വേതനം നൽകുന്ന തൊഴിലുടമകൾക്കെതിരെയുള്ള പരാതികളിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം മാത്രം 7622 പരാതികളാണ് ഇത്തരത്തിൽ HMRCക്ക് ലഭിച്ചത്. 2020-21 കാലഘട്ടത്തെ അപേക്ഷിച്ച് 360% വർധനവാണിത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 2.4 മില്യൺ പൗണ്ടോളം പിഴ ചുമത്തിയിട്ടുണ്ട്. മിനിമം വേജ് നിയമം ലംഘിക്കുന്ന ബിസിനസ്സുകളെ കണ്ടെത്താൻ തൊഴിലാളികൾ തന്നെ നേരിട്ട് വിവരങ്ങൾ നൽകുന്നതാണ് ഈ വർധനവിന് കാരണം. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ വേതന നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതോടെ കൂടുതൽ സ്ഥാപനങ്ങൾ നിരീക്ഷണത്തിലാണ്. നിലവിൽ 21 വയസ്സിന് മുകളിലുള്ളവർക്ക് മണിക്കൂറിന് 12.71 പൗണ്ടാണ് കുറഞ്ഞ വേതനം. പലപ്പോഴും ഉച്ചഭക്ഷണം, യാത്രാക്കൂലി, യൂണിഫോം എന്നിവയുടെ പേരിൽ ശമ്പളത്തിൽ നിന്ന് തുക കുറയ്ക്കുന്നത് അറിയാതെ തന്നെ സ്ഥാപനങ്ങൾ നിയമലംഘനം നടത്താറുണ്ട്. റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലാണ് ഇത്തരം പരാതികൾ കൂടുതലായി വരുന്നത്. ഇതിനിടെ ഉപഭോക്താക്കൾക്കായി hotels.com, M&S തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ ആകർഷകമായ റിവാർഡ് പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ ക്ഷേമ പദ്ധതികളിൽ വെട്ടിക്കുറവ് വരുത്തിയേക്കാം. ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ഭീഷണികൾ നേരിടാൻ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും ഇതിനായി മറ്റ് മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും ചാൻസലർ റേച്ചൽ റീവ്സ്. നികുതി വർദ്ധിപ്പിക്കാനോ കടമെടുക്കാനോ താൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും പകരം ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയിൽ മാറ്റങ്ങൾ വരുത്തി പണം കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ഇറാൻ യുദ്ധവും റഷ്യൻ-ഉക്രൈൻ സംഘർഷവും ആഗോള സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ച പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ദേശീയ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കനുസരിച്ച് കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും റീവ്സ് പറഞ്ഞു. പ്രതിരോധ വിഹിതം GDPയുടെ 2.6% എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പെൻഷൻ സംവിധാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയെങ്കിലും മറ്റ് പൊതുസേവനങ്ങളിൽ വെട്ടിക്കുറവ് ഉണ്ടായേക്കാം. ഇന്ധന സബ്സിഡികൾ അർഹരായവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. ഇറാൻ യുദ്ധം മൂലം ബ്രിട്ടൻ നേരിടുന്ന സാമ്പത്തിക ആഘാതം വലുതാണെന്നും പലിശ നിരക്കുകളും വിലക്കയറ്റവും നിയന്ത്രിക്കാൻ കൃത്യമായ ആസൂത്രണം ആവശ്യമാണെന്നും ചാൻസലർ കൂട്ടിച്ചേർത്തു. കെന്റ് അയ്യപ്പക്ഷേത്രത്തിലെ വിഷു ആഘോഷങ്ങൾ വർണ്ണാഭമായി. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി വിഷു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വിഷു ദിനമായ 2026 ഏപ്രിൽ 15 രാവിലെ 9 മണിക്ക് ക്ഷേത്രനട തുറന്ന് നിർമ്മാല്യ ദർശനം, ഉഷപൂജ, വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷു പ്രത്യേക പൂജ, ഉച്ചപൂജ എന്നിവ ഭക്തി നിർഭരമായി നടത്തും. ഉച്ചയ്ക്ക് 12:30 നട അടച്ച ശേഷം വൈകുന്നേരം 4 മണിക്ക് വീണ്ടും തുറന്നു. തുടർന്ന് മഹാസുദർശന പൂജ, പ്രദോഷ പൂജ എന്നിവയോടൊപ്പം ശ്രീ അരുൺ കൈമളും ശ്രീ വിഘ്നേഷ് നാഗരാജനും നയിച്ച വൃന്ദാവൻ ഭജൻസ് UKയുടെ ഭക്തിഗാനമേള അരങ്ങേറി. ശ്രീമതി ചിത്ര ലക്ഷ്മി നേതൃത്വം നൽകിയ ദക്ഷിണ UK അവതരിപ്പിച്ച നൃത്യ കലാവിരുന്നും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 8 മണിക്ക് അത്താഴപൂജയോടെ ചടങ്ങുകൾ പൂർത്തിയായി. പൂജകൾക്ക് ശ്രീ അഭിജിത്ത് താഴൂർമന, ഹരിനാരായണൻ നമ്പീശ്വർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയോട്ടില്ലം ശ്രീ അദ്രിത് വാസുദേവ് സഹകാർമ്മികനായിരുന്നു. സാംസ്കാരിക വിരുന്നിന് ശ്രീ അനുപവും ശ്രീമതി മൃദുലയും ശ്രീമതി ചിത്രലക്ഷ്മിയും ചേർന്ന് ദീപം തെളിയിച്ചു. വിഷു സദ്യ ഒരുക്കുന്നതിൽ കെന്റ് ഹിന്ദു സമാജത്തിലെ വനിതകൾ പ്രധാന പങ്കുവഹിച്ചു. അയർലൻഡിൽ മലയാളി നഴ്സിന് നേരെ വംശീയ ആക്രമണം. ഇന്ത്യയിലേക്ക് മടങ്ങുക എന്ന് ആക്രോശിച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചു.
അയർലൻഡിലെ കാവനിലുണ്ടായ ദാരുണമായ വംശീയ ആക്രമണത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശിയായ മലയാളി നഴ്സിന് കുത്തേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ പാൽ വാങ്ങാനായി പുറത്തിറങ്ങിയ യുവാവിനെ ഒരുപറ്റം കൗമാരക്കാർ വളയുകയും ഗോ ബാക്ക് ഇന്ത്യ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. വയറിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് രക്തം വാർന്ന നിലയിൽ റോഡിലിറങ്ങി ഒരു വാഹനം തടഞ്ഞു നിർത്തി സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. നിലവിൽ ക്യാവൻ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഡബ്ലിനിൽ നിന്നും 110 കിലോമീറ്ററോളം അകലെയുള്ള കാവൻ മലയാളികൾ താരതമ്യേന കുറഞ്ഞ പ്രദേശമാണ്. ഇവിടെ നടന്ന ഈ സംഭവം പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട്. അയർലൻഡിലെ വിദേശ വിരുദ്ധ വികാരം വീണ്ടും ശക്തമാകുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലഹരിക്ക് അടിമകളായ കൗമാരക്കാർ രാത്രികാലങ്ങളിൽ അക്രമം നടത്തുന്നത് പതിവായതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രാദേശിക അധികൃതർ നിർദ്ദേശിച്ചു. സംഭവത്തിൽ അയർലൻഡ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് മലയാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. വിദേശ കെയർ ജീവനക്കാർക്കുള്ള സഹായനിധിയിൽ 40% വെട്ടിക്കുറവ്. പ്രതിസന്ധി രൂക്ഷമാകുന്നു. യുകെയിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകൾ കാരണം തൊഴിൽ നഷ്ടപ്പെടുന്ന വിദേശ കെയർ ജീവനക്കാരെ സഹായിക്കാനുള്ള സർക്കാർ ഫണ്ടിൽ 40% കുറവ് വരുത്തി. നേരത്തെ 12.5 മില്യൺ പൗണ്ടായിരുന്ന ഫണ്ട് 7.5 മില്യൺ പൗണ്ടായാണ് വെട്ടിക്കുറച്ചത്. 2026-27 സാമ്പത്തിക വർഷം ഈ ഫണ്ടിന്റെ അവസാന വർഷമായിരിക്കുമെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അറിയിച്ചു. തൊഴിലുടമകളുടെ നിയമലംഘനം കാരണം സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന ജീവനക്കാർക്ക് പുതിയ ജോലി കണ്ടെത്താനാണ് ഈ തുക വിനിയോഗിക്കുന്നത്. അനധികൃത റിക്രൂട്ട്മെന്റ് ഫീസ് ഈടാക്കൽ, ശമ്പളം കുറച്ചു നൽകൽ തുടങ്ങിയ ചൂഷണങ്ങൾ നേരിടുന്ന ജീവനക്കാർക്ക് ഈ ഫണ്ട് വലിയ ആശ്വാസമായിരുന്നു. കൗൺസിലുകളുടെയും കെയർ പ്രൊവൈഡർമാരുടെയും 15 പ്രാദേശിക കൂട്ടായ്മകൾ വഴിയാണ് സഹായം വിതരണം ചെയ്യുന്നത്. CV തയ്യാറാക്കൽ, അഭിമുഖങ്ങൾക്കുള്ള പരിശീലനം, ഇമിഗ്രേഷൻ ഉപദേശം എന്നിവ ഇതിലൂടെ നൽകി വരുന്നു. എന്നാൽ 2025 ജൂലൈ മുതൽ വിദേശ കെയർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ റിക്രൂട്ട്മെന്റ് നിരോധനത്തെ തുടർന്ന് പുതിയ വിസകളുടെ എണ്ണത്തിൽ 67% കുറവുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സഹായനിധി നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്താൻ ഇത് തിരിച്ചടിയാകുമെന്ന് ആശങ്കയുണ്ട്. വിദേശ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക്. NHS കടുത്ത പ്രതിസന്ധിയിലേക്ക്. യുകെയിലെ കുടിയേറ്റ നിയമങ്ങളിൽ സർക്കാർ വരുത്തുന്ന മാറ്റങ്ങൾ NHS സേവനങ്ങളെ തളർത്തുമെന്ന് യൂണിസൺ പുറത്തുവിട്ട പുതിയ പഠനം മുന്നറിയിപ്പ് നൽകുന്നു. വിസ ഫീസിലെ വർധനവും സ്ഥിരതാമസത്തിനുള്ള കാലപരിധി നീട്ടുന്നതും വിദേശ ജീവനക്കാരെ യുകെയിൽ നിന്ന് അകറ്റുകയാണ്. സർവേയിൽ പങ്കെടുത്ത 1900 അന്താരാഷ്ട്ര ആരോഗ്യ പ്രവർത്തകരിൽ 43% പേരും രാജ്യം വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. കുടിയേറ്റ വിരുദ്ധ സംസാരങ്ങൾ കാരണം 19% പേർക്ക് ഇവിടെ സുരക്ഷിതത്വമില്ലെന്നും 23% പേർക്ക് തങ്ങൾ സ്വാഗതം ചെയ്യപ്പെടുന്നില്ലെന്നും തോന്നുന്നു. നിലവിൽ NHS ജീവനക്കാരിൽ 5-1 വിദേശ പൗരത്വമുള്ളവരാണ്. ഇന്ത്യ, ഫിലിപ്പീൻസ്, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ഭൂരിഭാഗവും. എന്നാൽ പുതിയ നിയമപ്രകാരം സ്ഥിരതാമസത്തിനായി 15 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുന്നത് ഇവരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. വിദേശ നഴ്സുമാരുടെ വരവിൽ ഇതിനകം 50% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പലായനം തുടർന്നാൽ യുകെയിലെ ആരോഗ്യമേഖല തകരുമെന്ന് യൂണിസൺ ഹെഡ് ഹെൽഗ പൈൽ പറഞ്ഞു. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവരെ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ കർശന മാറ്റം. ആരോഗ്യമേഖലയിലെ ഏജൻസി ജീവനക്കാർക്കും പരിശോധന. UK ഹോം ഓഫീസ് സ്പോൺസർ ഗൈഡൻസിൽ വരുത്തിയ പുതിയ മാറ്റങ്ങൾ ആരോഗ്യ പരിചരണ മേഖലകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഏപ്രിൽ 8 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം നേരിട്ട് ജോലിക്ക് നിയമിക്കുന്നവർക്ക് മാത്രമല്ല ഏജൻസി ജീവനക്കാർക്കും കൺസൾട്ടന്റുമാർക്കും റൈറ്റ് ടു വർക്ക് പരിശോധന നിർബന്ധമാക്കി. ഡയറക്റ്റ് എൻഗേജ്മെന്റ് എന്ന പുതിയ പദം ഉൾപ്പെടുത്തിയതോടെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരും നിയമപരിധിയിൽ വരും. ഇതോടെ NHS ട്രസ്റ്റുകളും കെയർ ഹോമുകളും ഓരോ താൽക്കാലിക ജീവനക്കാരൻ്റെയും വിസ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടി വരും. രേഖകളിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനും കടുത്ത പിഴ ചുമത്താനും ഹോം ഓഫീസിന് അധികാരമുണ്ട്. ഷോർട്ട് നോട്ടീസിൽ ജീവനക്കാരെ നിയമിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. IT സപ്പോർട്ട്, ക്ലീനിംഗ് തുടങ്ങി ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ കാര്യത്തിലും വ്യക്തമായ രേഖകൾ സൂക്ഷിക്കണമെന്ന് നിയമവിദഗ്ധർ ഉപദേശിക്കുന്നു. അനധികൃത ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കാനാണ് ഈ നടപടിയെങ്കിലും ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്ന കെയർ മേഖലയ്ക്ക് ഇത് പുതിയ തലവേദനയാകും.
ഇംഗ്ലീഷ് പ്രാവീണ്യമില്ല, ജോലി നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജയുടെ അപ്പീൽ കോടതി തള്ളി. ഇംഗ്ലീഷ് മാതൃഭാഷയാണെന്ന് അവകാശപ്പെട്ട് NHSൽ സ്പീച്ച് തെറാപ്പിസ്റ്റായി ജോലി നേടിയ ഇന്ത്യൻ വംശജ സായി കീർത്തനയ്ക്ക് ജോലി നഷ്ടമായി. സഹപ്രവർത്തകരും രോഗികളും സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന കാരണത്താലാണ് ഇവരെ പിരിച്ചുവിട്ടത്. 2023 ഒക്ടോബറിൽ യോർക്ക് ആൻഡ് സ്കെർബറോ NHS ട്രസ്റ്റിൽ പീഡിയാട്രിക് സ്പീച്ച് തെറാപ്പിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ച ഇവർ തനിക്ക് ഭാഷാപ്രാവീണ്യ പരിശോധന ആവശ്യമില്ലെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച ഉടൻ തന്നെ ആശയവിനിമയത്തിൽ ഇവർ വലിയ പ്രയാസം നേരിട്ടു. തുടർന്ന് നടന്ന റിവ്യൂ മീറ്റിംഗിൽ തൻ്റെ മാതൃഭാഷ തെലുങ്കാണെന്ന് ഇവർ സമ്മതിക്കേണ്ടി വന്നു. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സംസാരത്തിലെ വ്യാകരണം, ഉച്ചാരണം എന്നിവ തിരിച്ചറിയാൻ സ്പീച്ച് തെറാപ്പിസ്റ്റായ ഇവർക്ക് സാധിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കോടതിയിൽ വാദിച്ചെങ്കിലും രോഗികളുടെ സുരക്ഷയും ചികിത്സാ ഗുണനിലവാരവും കണക്കിലെടുത്ത് 2024 ജൂണിൽ ഇവരെ പിരിച്ചുവിട്ടിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ ട്രിബ്യൂണൽ തള്ളിയതോടെ ജോലി നഷ്ടം സ്ഥിരീകരിക്കപ്പെട്ടു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.